നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂർ മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന തിരക്കേണ്ടില്ല. ബാംഗ്ലൂരിലെ 2-3 വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു. ഭയങ്കര നോയ്സ്, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര നോയ്സ്. പുറത്ത് ബസ്സിൻ്റെ ഒക്കെ സൗണ്ട് നല്ലോണം ഉണ്ട്. ബസ് ഹോണടിക്കുന്ന സൗണ്ട്, ഓട്ടോ ഉണ്ട്, എല്ലാ ജഗപ്പൊക്കെ ഇങ്ങനെ ഭയങ്കര വോയിസാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ബാംഗ്ലൂർ ചിക്പേട്ട് മാർക്കറ്റിലേക്ക് എങ്ങനെ പോകാമെന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നു. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നമുക്ക് ചിക്പേട്ട് മാർക്കറ്റിലേക്ക് നമുക്കവിടെ ഡ്രസ്സ് ഹോൾസെയിൽ, ടൈലറിങ് മെഷീൻ, ടോയ്സ്, സ്പോർട്സ് ഐറ്റംസ്, ഫാൻസി, ലേഡീസ് ബാഗ്, ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഹോൾസെയിൽ ഡീലേഴ്സ് ആ ഒരു മാർക്കറ്റിലുണ്ട്. ചിക്പേട്ട് മാർക്കറ്റിൻ്റെ പല പല ഗല്ലികളായിട്ട് ബാൽപേട്ട്, സുൽത്താൻപേട്ട്, അങ്ങനെ ഓരോരോ പേട്ടുകളാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ KSR റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഉണ്ട്. നമ്മൾ യശ്വന്ത്പൂർ ട്രെയിനിന് വരികയാണെങ്കിൽ അത് ഇതുവഴി ഇവിടെ നിർത്തില്ല, ഇവിടെ അതിന് സ്റ്റോപ്പില്ലാന്നാണ് തോന്നുന്നത്. അത് ഇതുവഴി വരികയാണെന്നുള്ള എനിക്കറിയില്ല. ഇവിടെ ഈ ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ KSR റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. നമ്മൾ യശ്വന്ത്പൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് യശ്വന്ത്പൂരിൽ നിന്ന് മെജസ്റ്റിക്കിലേക്ക് ബസ് കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതാ ഒരു 5 മിനിറ്റ്, ഈ റോഡിലെ ഇതിനൊരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ നമ്മളുടെ ചിക്പേട്ട് മാർക്കറ്റിലേക്ക്. നമുക്കിത് പോയി നോക്കാം, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നാട്ടിൽ നിന്ന് ബസ്സിലാണ് വരുന്നതെങ്കിൽ സാറ്റലൈറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലും ഉപകാരപ്പെടും. നല്ല തിരക്കുണ്ട്. വൈകുന്നേരമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം 5 മണിയായി. ചിക്പേട്ട് മാർക്കറ്റിലെ തിരക്ക് ഞാൻ കാണിച്ചു തരുമ്പോൾ നല്ല ഹരം ഉണ്ടാവും. യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് മെട്രോ കിട്ടും. മെട്രോ യാത്ര ചെയ്യണമെങ്കിൽ കാർഡ് വേണം. മെട്രോ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റും. നിങ്ങൾ ബസ്സിൽ വന്നാൽ മതി, അവിടുന്ന് ബസ് കിട്ടും. അവിടെ ഒരു കൈതച്ചക്ക വെക്കുന്ന ചേട്ടനുണ്ട്. കൈതച്ചക്ക, ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. ഈ റോഡ് സ്ട്രൈറ്റ് പോവാം, കുറച്ചുള്ളൊരു 5 മിനിറ്റ്. ഇവിടുന്ന് എങ്ങനെയാണ് നിങ്ങൾ ഓട്ടോക്ക് കയറുകയാണെങ്കിൽ അവരിങ്ങനെ വട്ടം ചുറ്റിച്ച് ഒരു 250-300 പേര് പറയുകയും ചെയ്യും. പുതുതായിട്ട് വരുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. കാരണം അവർക്ക് അത്ര ഐഡിയ ഉണ്ടാവില്ല. അവരിങ്ങനെ കുറേ സ്ഥലത്ത് വട്ടം ചുറ്റിച്ച് കറക്കി ഒരു 250-300 പേർ കയ്യിലാക്കി. അതുകൊണ്ട് ഇവിടെ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ സിമ്പിൾ, ഇത്ര നടക്കാനേ ഉള്ളൂ. സൂര്യാസ്തമയം, സൺസെറ്റ്. ഇത് സ്ട്രൈറ്റ് നടക്കുക. ഞാൻ ഇനി അടുത്ത ജംഗ്ഷനിലെത്തിയിട്ട് കാണിച്ചു തരാം അവിടുന്ന് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് ട്രെയിനിന് മാത്രമല്ല ബസ്സിന് വരാം. ഞാൻ ട്രെയിനിനാണ് വന്നത് യശ്വന്ത്പൂരിന്. ഞാൻ യശ്വന്ത്പൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് ഇവിടെ മെജസ്റ്റിക്കിലേക്ക് ബസ് കയറി. മെജസ്റ്റിക്കിൽ നിന്ന് ഇവിടേക്ക് നടന്നു വന്നു. നിങ്ങൾക്ക് ബസ്സിന് വരാം. ബസ്സിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും ടിക്കറ്റിന്. ഇപ്പോൾ എത്ര എന്നുള്ള അറിയില്ല. ബസ്സിന് വന്നു കഴിഞ്ഞാൽ സാറ്റലൈറ്റിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ഇവിടേക്ക് ഉണ്ടാവും. അവിടുന്ന് ഓട്ടോക്കോ അല്ലെങ്കിൽ ബസ് ഉണ്ടോ എന്നുള്ള അറിയില്ല. കണ്ടോ, ഇതാണ്. ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്താൽ നമ്മൾ ബാൽപേട്ട് മാർക്കറ്റിലെത്തി. ബാൽപേട്ട് മാർക്കറ്റിൽ നിന്ന് പിന്നെ ഫുള്ള് ഗല്ലികളായിട്ട് ഞാൻ കാണിച്ചു തരാം. ചിക്പേട്ട് മാർക്കറ്റ് ഇത് വലിയൊരു മാർക്കറ്റാണ്. അപ്പം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഫസ്റ്റ് ടൈമൊക്കെ വന്നു കഴിഞ്ഞാൽ, സാധനം പർച്ചേസ് ചെയ്യാനൊക്കെ വന്നു കഴിഞ്ഞാൽ. അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഉപ്പർപേട്ട് പോലീസ് സ്റ്റേഷൻ. ഉപ്പർപേട്ട് പോലീസ്. ഈ ജംഗ്ഷനിൽ ലെഫ്റ്റ് കട്ട് ചെയ്യാം, പിന്നെ അടുത്ത ഫസ്റ്റ് റൈറ്റ്. നമ്മൾ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തു. നിങ്ങൾ സാറ്റലൈറ്റിൽ നിന്ന് ബസ്സിനൊക്കെ വരികയാണെങ്കിൽ പാലത്തിൻ്റെ അവിടെ ആ സൈഡിൽ ഒരു പാലുണ്ട്, ഒരു ബ്രിഡ്ജിൻ്റെ, അതിൻ്റെ അടിയിലായിരിക്കും ബസ് നിർത്തുക. അവിടുന്ന് ഇങ്ങനെ ചുറ്റി ഇവിടേക്ക് വരാൻ പറ്റും. ഇവിടുന്ന് ആ റോഡിലെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിലേക്ക് വരും. ഞാൻ തിരുപ്പൂരൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ലോഡ്ജിന് എങ്ങനെയാണ് റേറ്റ് വരുന്നത്.
ഇവിടെ നമുക്ക് ലോഡ്ജിന് ബാംഗ്ലൂർ ചിക്പേട്ട് മാർക്കറ്റിൽ 300, 400, 250. ഞാനിവിടെയാണ് താമസിച്ചത് ഈ ലോഡ്ജിൽ. ഇതൊക്കെ ടൈലറിങ് മെഷീൻ്റെ കടകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നല്ല, നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് പോയി നോക്കാം. അവിടെയുള്ള തിരക്കുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ സൈഡ് കംപ്ലീറ്റ് ഇത് ബാൽപേട്ട് മാർക്കറ്റാണ്. ഇവിടെ ഒരു വലിയ പള്ളിയൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്തെ ഒരു അമ്പലം ക്ഷേത്രമല്ല, എന്തൊരു പ്രാർത്ഥന ഉണ്ട്. ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ള അറിയില്ല. ഇതൊക്കെ റീറ്റെയിൽ ഷോപ്പുകളാണ്. ഇതാ ഇവിടെ ഒരു ലോഡ്ജ് ഉണ്ട്, ഡീലക്സ് ലോഡ്ജ്, ഹോട്ടൽ ശിവാഗംഗ. ഞാനാ പറഞ്ഞ സ്ഥലത്തൂടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ലോഡ്ജുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതും ഒരു ടൈലറിങ് മെഷീൻ്റെ ഡീലറാണെന്ന് തോന്നുന്നു. ഇവിടെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുകയാണല്ലോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നല്ല നോയ്സ് ഉണ്ട്. ഇത് കണ്ട ഒരു ബാഗിൻ്റെ ഡീലറാണ്, വലിയ ബാഗ്. ബാൽപേട്ടിലധികം ലേഡീസ് ബാഗ് അങ്ങനെയുള്ള സംഭവമാണ്. അത് ഇവിടെ ഒരു ഡീലറുണ്ട്. ബെൽറ്റ്, ബെൽറ്റാണ്. വാച്ചുകളൊക്കെ കിട്ടുന്ന ഇതെന്താ സംഭവം? വാച്ച്, ബെൽറ്റ്, ഫാൻസി ഐറ്റംസ്, ബാഗുകൾ. ഞാൻ ഇവിടുന്ന് ഷോർട്ട് കട്ട് അടിച്ചതാണ്. അതിലേ പോകാന്നെങ്കിലും ഭയങ്കര തിരക്കായിരിക്കും. ചെറിയൊരു ഗല്ലി കൂടെ ഇടനാഴികൾ എന്താ പറയുക, ഇടനാഴിയിലൂടെ എന്നറിയില്ല, ചെറിയൊരു ഇടുങ്ങിയ ഗല്ലിയിലൂടെ ഞാനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും തിരിയുന്നില്ല. അവിടെ ടോയ്സിൻ്റെ കളറൊക്കെ ഉണ്ടല്ലോ. ക്രോസ് ഇവിടെയും ടോയ്സ് പറ്റുന്നുണ്ടെങ്കിൽ ഞാനതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടുന്ന് കുറേ ആൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ടോയ്സിൻ്റെ കട, बैग। हाँ भाई कैसा है? अच्छा है। ये क्या है? ये चैनल कौन सा चैनल है? यूट्यूब। इलेक्ट्रिकल നമുക്ക് ഈ ലൈറ്റ് കട്ട് ചെയ്യാം. ഇവിടെ എന്തല്ല സംഭവം? ये क्या है भाई? हाँ ओके। क्या है? गिफ्ट देने के लिए। हाँ गिफ्ट। ये कैमरा क्या कर रहा है? ये शूटिंग न्यूज़ दिखाने के लिए। हाँ। कौन सा चैनल? यूट्यूब चैनल। ഇതുണ്ടല്ലേ ഓരോ ബിൽഡിങ്ങിനുള്ളിൽ ഇങ്ങനെ ഓരോരോ എന്താ പറയുക കാണാത്ത ഷോപ്പുകളാണ്. ഇരുടായിട്ടുണ്ട്. നല്ല ക്യാമറയ്ക്ക് ചെറിയ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇത് ടോയ്സ്, മൊത്തം ടോയ്സ്. ഇത് ജീൻസിൻ്റെ ഡീലർ. വീണ്ടും ഫാൻസി ഐറ്റംസ്, ടോയ്സ്, ഫാൻസി വീണ്ടും ഫാൻസി. ഇതും ഫാൻസി ഐറ്റംസ്. വിളക്കുകളും പൂജയുണ്ട്. ഫ്രണ്ട്സിൻ്റെ വലിയൊരു ഷോപ്പാണ്. അങ്ങനെ നടന്ന് നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട്. ഇതേടാണ് ഗൈസ്.
ഗൈസ് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, നടക്കാനാകുന്നില്ല. ഇത് നടക്കുകയാണെങ്കിൽ നടന്ന് ഫുള്ള് കറങ്ങുകയാണെങ്കിൽ ഒരു 1-2 കിലോമീറ്റർ ഗ്യാപ്പിൽ ഈ ഒരു മാർക്കറ്റ് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഗല്ലികൾ നമ്മൾ വേറെ ഗല്ലിയിലേക്ക് കടക്കുമ്പോൾ വേറൊരു പേര് ബാൽപേട്ട്, ഒരു തൊട്ടപ്പുറത്തെ ഗല്ലിയിലേക്ക് കുറച്ചിങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ചിക്പേട്ടായി. സംഭവം ഇതൊക്കെ ഒരു 1-2 കിലോമീറ്റർ ചുറ്റളവിൽ വലിയൊരു മാർക്കറ്റാണ്. പേരെന്നാ? നെയിം നെയിം? ജയറാം. 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 How long here? 5 years. No. इधर कितना साल हुआ? हिंदी नहीं होता. हिंदी है मालूम? हिंदी आता 25 साल हो गया. 25 साल हुआ? ओके. इधर होटल दुकान है, ये क्या है? गन्ने का जूस दुकान. हाँ जी जी ठीक है ठीक है. ഇവിടെ ഒരു കടല വാങ്ങിയാലോ നമുക്ക്? കടല എത്ര? കിത്ര? 10 മലയാളിയാ? എവിടെ സ്ഥലം? മംഗലാപുരം. എത്ര വർഷം? കുറേ. പേരെന്താ? 5 അല്ലേ? പേരെന്താ? അബൂബക്കർ. നമുക്ക് അബൂബക്കർ ഖാനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അവിടെ ഈ ബാഗിൻ്റെ മാർക്കറ്റ്, ലേഡീസ് ബാഗുകൾ, അതുപോലെ ട്രോളി, അതൊക്കെ അതിൻ്റെ മാർക്കറ്റിൻ്റെ പേരെന്താ? പേരറിയില്ല. നിങ്ങൾ എത്ര കൊല്ലം ഡ്രസ്സ് ഡ്രസ്സ് എല്ലാ ഓക്കെ. പിന്നെ ഈ ഫാൻസി ഐറ്റംസ് മാമൂൽപേട്ട്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മളെ ഫുഡ് വെയർ, ചെരുപ്പുകൾ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എന്നാ പേരെന്താ? ലാൽബന്തൊടി. ഓക്കെ. ഇവിടെ ചുരുക്കി പറയാം എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടില്ല. ഓക്കെ. എന്നാൽ പിന്നെ നിങ്ങൾ ഒരു കടലെടുത്തോളൂ. ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചല്ലേ? 10 അബൂബക്കർക്കല്ലേ? അബൂബക്കറല്ലേ? അപ്പോൾ അബൂബക്കർക്കാനോട് നമ്മളൊരു കടല വാങ്ങിയാണ്. हाँ चैनल टीवी का नहीं, यूट्यूब. हाँ मोबाइल है. എന്താ തിരക്ക്? കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇരുടാകുകയും ചെയ്യും. നിങ്ങൾക്ക് ക്യാമറയ്ക്ക് ക്ലിയർ ഉണ്ടോ എന്നുള്ള അറിയില്ല. ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് പോവാണ്. സൗണ്ടും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഭയങ്കര നോയ്സ്. എന്തായാലും ഞാനിവിടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഓട്ടോറിക്ഷ അടിക്കോ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ 2-3 ഷോപ്പുകൾ എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ബാൽപേട്ട്, ചിക്പേട്ട് ബാഗിൻ്റെ മാർക്കറ്റ് മാത്രം, അതുപോലെ ഫാൻസിൻ്റെ മാർക്കറ്റ് മാത്രം, ടോയ്സിൻ്റെ മാർക്കറ്റ് മാത്രം, ഡ്രസ്സ് നമ്മൾ കുറേ ചെയ്തല്ലോ. അങ്ങനെയുള്ള മാർക്കറ്റുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടുമല്ലോ. എന്തായാലും പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ. തിരക്കുകൾക്കിടയിലൂടെ വീണ്ടും ഞാൻ നടന്നു നീങ്ങുകയാണ് ഗെയ്സ്.